നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റെക്കോർഡ് വിലയിൽ നിന്ന് കൂപ്പുകുത്തി തേങ്ങ വില. വെളിച്ചെണ്ണ വില ലിറ്ററിന് 260 രൂപയിലെത്തി. റെക്കോർഡ് വിലയിൽ നിന്ന് കൂപ്പുകുത്തി വീണ പച്ചത്തേങ്ങ വില 1 കിലോ പച്ചത്തേങ്ങയ്ക്ക് 42 രൂപയും ഉണങ്ങിയതിന് 52 രൂപയുമായിട്ടാണ് വിലയിടിഞ്ഞത്. 7 മാസത്തിനിടെ 1 കിലോയ്ക്ക് 36 രൂപയാണ് കുറഞ്ഞത്. ഇതിന്റെ ചുവട് പിടിച്ച് കൊപ്രായ്ക്കും വിലയിടിഞ്ഞു. 1 കിലോയ്ക്ക് 200 രൂപയുണ്ടായിരുന്ന കൊപ്രായ്ക്ക് 150 രൂപയായി. ഉണ്ടക്കൊപ്രയ്ക്ക് 225 രൂപയിൽ നിന്നും 180 കുറഞ്ഞു. വെളിച്ചെണ്ണ വില ലിറ്ററിന് 260 രൂപയിലെത്തി. വില ഇനിയും താഴുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചനകളെന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നാളികേര കർഷകർക്ക് സുവർണ കാലമായിരുന്നു. വില പടിപടിയായി ഉയർന്നാണ് കഴിഞ്ഞ വർഷം സർവകാല റെക്കോർഡായ 78 രൂപ വരെ എത്തിയത്. എന്നാൽ മാസങ്ങൾക്കിടെ 40% കുറഞ്ഞത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കി. കേരളം ചൂടിൽ കത്തുന്നു. ഹീറ്റ് ഇൻഡെക്സ് 45 ഡിഗ്രി സെൽഷ്യസ് കടന്നു. UV വികിരണവും ഉയരുന്നു. അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പത്തെ തുടർന്ന് കേരളത്തിൽ പല ജില്ലകളിലും അനുഭവപ്പെടുന്ന ചൂട് 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെന്ന് സ്ഥിതി സങ്കീർണമാകുന്നു. ഒരു പ്രദേശത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് പിന്നിടുകയും സാധാരണയേക്കാൾ 4.5 ഡിഗ്രി വരെ അധിക ചൂട് അനുഭവപ്പെടുകയും ചെയ്താൽ ഉഷ്ണതരംഗമായി കണക്കാക്കും. പാലക്കാട് നിലവിൽ റെഡ് സോണിലാണ്. 2016 എൽ നിനോ പ്രതിഭാസത്തെ തുടർന്ന് രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രിയാണ് പാലക്കാട്ട് ഇതുവരെയുള്ള ഉയർന്ന ചൂട്. തീരദേശ ജില്ലകളായ ആലപ്പുഴ, എറണാകുളം, കൊല്ലം എന്നിവിടങ്ങളിൽ താപനില 37-39 ഡിഗ്രി ആണെങ്കിലും ഈർപ്പം മൂലമുള്ള ചൂട് അതിശക്തമാണ്. പത്തനംതിട്ട, കൊല്ലം, തൃശൂർ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ 40 ഡിഗ്രി എന്ന അപകട പരിധിയിലേക്ക് ഉയർന്നേക്കാമെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂരും കാസർഗോട്ടും 37-38 ഡിഗ്രി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ പതിറ്റാണ്ടിന്റെ പ്രധാന മാറ്റമാണ്. ചൈനയുടെ വമ്പൻ റിഫൈനറിക്ക് ഉപരോധ പൂട്ടിട്ട് ട്രംപ്. ഒമാനുമായി ഇറാന്റെ ചർച്ച. ഉയർത്തെണീറ്റ് ഇന്ത്യൻ വിപണി. ഹോർമുസ് തുറക്കുന്നത് സംബന്ധിച്ച് ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ ഉപരോധിക്കുന്നത് US അവസാനിപ്പിച്ചാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ഇറാനും പരിഗണിക്കാമെന്നായിരുന്നു പ്രപ്പോസൽ. ഇത് ട്രംപിന് ഇഷ്ടമായില്ലെന്നാണ് വൈറ്റ് ഹൗസ് അധികൃതർ വ്യക്തമാക്കിയത്. ആണവ വിഷയത്തിൽ ഇറാനൊന്നും മിണ്ടാത്തതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് രാജ്യാന്തര കപ്പൽ പാതയാണെന്നും ഇറാന്റെ നിയന്ത്രണം അംഗീകരിക്കില്ലെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞു. തുടർ തോൽവികൾക്ക് പിന്നാലെ മുംബൈ ഇന്ത്യൻസിന് അടുത്ത തിരിച്ചടി. സൂപ്പർ താരം പരിക്കേറ്റ് പുറത്ത്, പകരക്കാരനെ പ്രഖ്യാപിച്ചു. IPL തുടർ തോൽവികൾക്ക് പിന്നാലെ മുംബൈ ഇന്ത്യൻസിന് വീണ്ടും കനത്ത പ്രഹരം. പരുക്കിനെ തുടർന്ന് സൂപ്പർ ഓൾറൗണ്ടർ മിച്ചൽ സാന്റ്നർ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിനിടെ കാർത്തിക് ശർമ്മയുടെ ക്യാച്ചിനിടെയാണ് സാന്റ്നറിന്റെ തോളിന് പരിക്കേറ്റത്. സാന്റ്നറുടെ പകരക്കാരനായി ദക്ഷിണാഫ്രിക്കയുടെ ഇടംകൈയൻ സ്പിന്നർ കേശവ് മഹാരാജിനെ 75 ലക്ഷം രൂപയ്ക്ക് മുംബൈ ടീമിലെത്തിച്ചിട്ടുണ്ട്. കുതിച്ചുയർന്ന വൈദ്യുതി ഉപയോഗം ചരിത്രത്തിലാദ്യമായി റെക്കോർഡിട്ടു. ഇന്നലെ ഉപയോഗിച്ചത് 118.26 ദശലക്ഷം യൂണിറ്റ്. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. പ്രതിദിന ഉപയോഗം 118.26 ദശലക്ഷം യൂണിറ്റ് ആണ്. ഈ മാസം 18-ന് 117.15 ദശലക്ഷം യൂണിറ്റ് മറികടന്നത് ഇതുവരെയുണ്ടായ ഏറ്റവും ഉയർന്ന അളവ്. എന്നാൽ ഇന്നലെ വൈദ്യുതി ഉപയോഗം ആ റെക്കോർഡും മറികടക്കുകയായിരുന്നു. ഇന്നലെ വൈദ്യുതി വാങ്ങിയതിലും റെക്കോർഡിട്ടു. 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് വാങ്ങിയത്. വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാണ്. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ഉയർന്ന വൈദ്യുതി ആവശ്യം KSEB നേരിടുന്നത്. പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം നടപ്പാകാതെ വന്നതോടെ വൈദ്യുതി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് അനുമതി നൽകിയത് പിന്നാലെ KSEB പവർ എക്സ്ചേഞ്ചിനെ സമീപിച്ചെങ്കിലും വൈദ്യുതി ലഭിച്ചില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതിനിടെ കൂടുതൽ വൈദ്യുതി നിയന്ത്രണത്തിന് ബോർഡ് തയ്യാറാകുകയാണ്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതി നിയന്ത്രണം. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.